Assalamualaikum. A'udzubillahi minasyaitonirrajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi al-faizina ബിറളില്ലാ അമ്മാ ബഅദ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫീലുകളുടെ ഓരോ ഭാഗങ്ങളെ സംബന്ധിച്ചാണ്. ലാസിമ്, മുത്തഅദ്ദി ചർച്ച ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഫീല് സർഫാക്കി പോരാണ് മാദി, മുലാരി, അംറ്, നഹി ഇങ്ങനെ പോവുകയാണ്. അതിൽ ആദ്യം മാദിയെ സംബന്ധിച്ചായിരുന്നു ചർച്ച. മാദി മഅറൂഫും മജ്ഹൂലും. മഅറൂഫ് എങ്ങനെയായിരിക്കും, മജ്ഹൂൽ എങ്ങനെയായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം മുലാരിയിലേക്ക് കടന്നു, മുസ്തഖ്ബിലിലേക്ക്. മുസ്തഖ്ബിലാക്കുക എങ്ങനെയെന്ന് പറഞ്ഞു. അത്തൈന അല്ലെങ്കിൽ നെഹ്തി. അതിലുള്ള 4 അക്ഷരത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം ആ ഫീലിൻ്റെ ആദ്യത്തിലുണ്ടെങ്കിൽ അത് മുലാരിയാണ്. അങ്ങനെ മുലാരിയായ ഫീല് നാം ചർച്ച ചെയ്തു. ഇനി അതിൽ എപ്പോഴാണ് അംസ വരിക, എപ്പോഴാണ് താവ് വരിക, എപ്പോഴാണ് യാവ് വരിക, എപ്പോഴാണ് നൂന് വരിക, ഇങ്ങനെ അത്തൈന ഓരോ അക്ഷരങ്ങളും വരുന്ന സമയവും സ്ഥലവും വ്യക്തമായി ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റ് ചില വിഷയങ്ങളിലേക്ക് പോവുകയാണ്. വഹാദ, ഈ മുലാരിയായ ഫീല്, മുലാരിയാണ് മുസ്തഖ്ബിൽ എന്നൊക്കെ നമ്മൾ പറയട്ടോ. ഈ മുലാരിയായ ഫീല്, അതായത് യദ്രിബു, ലറബൻ്റെ മുലാരിയായ ഫീൽ ഏതാ? യദ്രിബു. ജലസൻ്റെ യജ്ലിസു, നസറൻ്റെ യൻസുറു, കത്തബ യക്തുബു. ഇസ്ലങ്കിയാണെങ്കിൽ യസ്ലങ്കി, ഇൻഫാലാണെങ്കിൽ യൻഫൈലു, ഇഹ്റഞ്ചമാണെങ്കിൽ യഹ്റഞ്ചിമു, ദഹറജയാണെങ്കിൽ യുദഹരിജു, അക്രമയാണെങ്കിൽ യുക്രിമു. ഇങ്ങനെ കുറേ മുലാരിയ ഫീൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മുലാരിയായ ഫീലിൻ്റെ അർത്ഥമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. വഹാദ, ഈ മുലാരിയായ ഫീല് യസ്ലഹു, അത് നന്നാകും, പറ്റും. എന്തിന്? കീഴിൽ ഹാലി, ഹാലിൻ്റെ അർത്ഥത്തിന്. ഹാലി പറഞ്ഞാൽ വർത്തമാനകാലം, അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ടൈം, ഇങ്ങനത്തെ ഹാലിനിക്ക് പറ്റും. അപ്പം വർത്തമാന കാലത്തിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? മുലാരിയ ഫീൽ ഉപയോഗിക്കാം. വൽ ഇസ്തിഖ്ബാലി, ഇസ്തിഖ്ബാലിനും പറ്റും. ഇസ്തിഖ്ബാൽ പറഞ്ഞാൽ വരാൻ പോകുന്ന ഭാവി. അപ്പോൾ ഭാവി കാലത്തിൽ നടക്കുന്ന പ്രവർത്തനത്തിനും മുലാരിയ ഫീലിന് ഉപയോഗിക്കാം. വർത്തമാനകാലത്തിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങൾക്കും മുലാരിയ ഫീലിന് ഉപയോഗിക്കാം. അപ്പോൾ മുലാരിയ ഫീൽ 2 കാലഘട്ടത്തിനും പറ്റുന്ന ഫീലാണ്. 2 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭാവി, വർത്തമാനം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഫീലുകൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിനോട് യോജിച്ചിട്ടായിരിക്കും അതിനർത്ഥം ഉണ്ടാകുക. ഇപ്പോൾ ലറബർ അടിച്ചു, കഴിഞ്ഞു പോയ കാലഘട്ടം മാദി, പാസ്റ്റ് ടെൻസാ, അതായത് കഴിഞ്ഞു പോയി, ഭാവി, ഭൂതം. എന്നാൽ മുലാരി എലിരിബു, അത് രണ്ടിനും പറ്റുന്ന, രണ്ടിനും അതിൻ്റെ അർത്ഥം പറ്റും. വർത്തമാനകാലത്തിനും പറ്റും, ഭാവി കാലത്തിനും പറ്റും. അപ്പോൾ എങ്ങനെ അർത്ഥം വെക്കുക? എലിരിബു അടിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരാളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, പറയാം ഓ എതിരിബു ചെയ്തു, ചെയ്ത അമ്രിനെ അടിക്കുന്നു. അവിടെ അടിക്കുന്നല്ല അപ്പുറത്തം വെക്കട്ടോ, അടിക്കുന്നു. ഉപയോഗിക്കുന്ന ഫീല് എതിരിബു തന്നെ. ഇനി ഇന്ന് അടിക്കണില്ല, നാളെയാണ്, അപ്പോഴും ഉപയോഗിക്കുക എന്താ? എതിരിബു ചെയ്ത് അടിക്കും. അപ്പോൾ എതിരിബു പോലത്തെ മുലാരിയായ ഫീല്, ഇതാണ് ആശയം, ശ്രദ്ധിക്കുക. എതിരിബു പോലത്തെ മുലാരിയായ ഫീല് ഹാലിനിക്കും പറ്റും, ഇസ്തിഖ്ബാലിനും പറ്റും. 2 അർത്ഥത്തിനും അത് വരുന്നതാണ്. ഹാലി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, ഇസ്തിഖ്ബാൽ പറഞ്ഞാൽ ഭാവി കാലം. ഇനി ഉദാഹരണം നോക്കത്ത് കൂലു. അപ്പം നീ പറയും യഫ് അലുൽ ആന, ഇപ്പം പ്രവർത്തിക്കും. കണ്ടോ, ഇപ്പം അവൻ പ്രവർത്തിക്കും. കണ്ടോ, ഇപ്പം ചാടും, നീക്കോ, ഇപ്പം അവൻ ചാടും, അല്ലെങ്കിൽ ഇപ്പം അവൻ അടിക്കും. ഇങ്ങനെ അൽ ആന എന്ന പദത്തെ പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ മുമ്പുള്ള മുലാരിയ ഫീല് ഹാലിനിക്കായി. അപ്പോൾ ഒരു സംശയം ഇവിടെ വരും. എന്ത്? മുലാരിയായ ഫീല്, എതിരിബു പോലത്തെ മുലാരിയായ ഫീല് ഹാലിനും പറ്റും, ഇസ്തിഖ്ബാലിനും പറ്റും എന്ന് പറഞ്ഞല്ലോ. ഭാവിക്കും പറ്റും, വർത്തമാനകാലത്തിനും പറ്റും. അപ്പം എങ്ങനെ നമുക്ക് മനസ്സിലാവുക ഇത് വർത്തമാനകാലമാണ് അല്ലെങ്കിൽ ഇത് ഭാവി കാലമാണ് എന്ന് എങ്ങനെ തിരിയും എന്നൊരു സംശയം വരും. അതിന് മറുപടിയാണ് പറയുന്നത്. അത് മനസ്സിലാകുക സന്ദർഭോചിതമായ പ്രയോഗത്തിൽ നിന്നാണ്. അത് എങ്ങനെ പ്രയോഗിക്കണം നോക്കുക. മുലാരിയ ഫീല്, മുലാരിയായ ഫീലിൻ്റെ പ്രയോഗം നോക്കുക. അപ്പോഴാണ് മനസ്സിലാക്കുക ഹാലിനാണോ അതല്ല ഇസ്തിഖ്ബാലിനാണോ എന്ന്. ഇവിടെ കണ്ടോ, യഫ് അലുൽ ആന, അൽ ആന, അൽ ആന നൗ, ഇപ്പോൾ,
ഉണ്ട് ഇപ്പോൾ എന്നാ. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ വർത്തമാനകാലമാണല്ലോ, അല്ലാതെ എന്തല്ല, ഭാവിയല്ല. അപ്പോൾ അൽ ആന എന്ന വർത്തമാനകാലത്തിൽ പ്രയോഗിക്കുന്ന ഒരു പദം എഫ് അലു എന്ന മുലാരിയ ഫീലിൻ്റെ കൂടെ കൊണ്ടുവന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായി. എന്ത്? എഫ് അലു എന്ന മുലാരിയ ഫീൽ വർത്തമാനകാലത്തിലാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ അർത്ഥം വെക്കുക ഇങ്ങനെ, എഫ് അൽ ആന ഇപ്പം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ എതിരിബുൽ ആന ഇപ്പം പഠിക്കുന്നു, ഇങ്ങനെ വർത്തമാനകാലത്തിലാണ്. വയുസമ്മ, ഇതിന് പേര് പറയപ്പെടും ഹാലൻ, ഹാല് എന്ന് പറയും. ഹാലാണ് വർത്തമാനകാലം കേട്ടോ. ഹാദിറൻ, ഹാദിർ എന്നും പറയും. ഹാദിർ എന്ന ഇപ്പം സംഭവിച്ചത്, ഈ അർത്ഥം. ഇനി എഫ് അലു ഗദൻ, എഫ് അലു ഗദൻ എന്നും പറയുന്നതാണ്. ഗദൻ എന്ന് പറഞ്ഞാൽ നാളെ എന്നർത്ഥം. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഈ എഫ് അലു എന്തേക്കാരം ഇസ്തിഖ്ബാലിനാണ്. കാരണം ഇപ്പോഴല്ല, നാളെ എന്ന് പറഞ്ഞാൽ ഭാവിയല്ലേ. അപ്പോൾ വയഫ് അലു ഗദൻ, നാളെ പ്രവർത്തിക്കും. വയുസമ്മ, ഇങ്ങനെ പറയുമ്പോൾ ഇതിന് പേര് പറയപ്പെടും മുസ്തഖ്ബിലൻ, മുസ്തഖ്ബില്. അപ്പോൾ ഹാല് എന്ന് എപ്പോഴാണ് പറയപ്പെടുക? എഫ് അലുൽ ആന, അൽ ആന പോലത്തെ സന്ദർഭോചിതമായ പദങ്ങൾ മുലാരിയ ഫീലിൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ അത് ഹാലിനിക്കാണ്. അതേസമയം വരാൻ പോകുന്ന ഭാവി കാലത്തിനെ കുറിക്കുന്ന ഗദൻ പോലത്തെ പദങ്ങളാണ് മുലാരിയായ ഫീലിൻ്റെ കൂടെ ഉള്ളത് എങ്കിൽ അത് ഇസ്തിഖ്ബാലിനുമാണ്. അപ്പോൾ ഇതിന് രണ്ട് കാര്യം മനസ്സിലായത്. എളിരിബു പോലത്തെ മുലാരിയായ ഫീല് ഹാലിനും പറ്റും ഇസ്തിഖ്ബാലിനും പറ്റും. ഹാലിനാവുമ്പോൾ അതിനനുയോജ്യമായ പദങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടാവും, അല്ല ആന പോലത്തത്. ഇസ്തിഖ്ബാലിനാവുമ്പോഴോ വദൻ പോലത്തെ അനുയോജ്യമായ പദങ്ങളോട് കൂടെ എളിരിബു പോലത്തെ മുലാരിയായ ഫീൽ മുസ്തഖ്ബിലിനും ആകുന്നതാണ്. ഇതാണിപ്പോൾ ഇതുവരെ പറഞ്ഞ ആശയം കേട്ടോ. ഇനി അർത്ഥം ശ്രദ്ധിക്കുക, പഠിതാക്കൾ മറക്കരുത്. ഞാൻ പറഞ്ഞത് എന്നും ഇങ്ങനെ ആവർത്തിക്കൂല. അപ്പോൾ കുട്ടികളൊന്നുമല്ലല്ലോ, അപ്പോൾ കുറേ മനസ്സിലായില്ലേ. അർത്ഥം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 ആശയം, 3 പദം സർഫാക്കൽ ഒരു കാരണവശാലും ഇട്ടുപോകരുത്. ഫൈദാ അദ്ഖൽത അലൈഹി സീന. ഇനി വേറെ വിഷയം പറയാട്ടോ. ഒരു ഗദൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഗദൻ പോലെ കുറേ ഉണ്ട്. അതാ പറഞ്ഞത് ഫൈദാ അദ്ഖൽത, അപ്പം നീ പ്രവേശിപ്പിച്ചാൽ അലൈഹി ആ മുലാരിയായ ഫീലിൻ്റെ മേൽ എന്തിനെ? അസീന, ഒരു സീന, സീന എന്ന സീൻ എന്ന ഹർഫിനട്ടോ സ എന്ന് പ്രയോഗിച്ചു. ഔ സൗഫ, അല്ലെങ്കിൽ സൗഫനെ. അപ്പം എങ്ങനെ? ഫൈദ അദ്ഖൽത, അപ്പം നീ പ്രവേശിപ്പിച്ചാൽ അലൈഹി ആ മുലാരിയായ ഫീലിൻ്റെ മേൽ അസീന, സീനെ. ഔ സൗഫ, അല്ലെങ്കിൽ സൗഫനെ. സീന് അല്ലെങ്കിൽ സോഫ. അപ്പം എങ്ങനെ പറയാം? സയഫ് അലു സീനാണെങ്കിൽ, സോഫയാണെങ്കിലോ സോഫ എഫ് അലു. ഒരു ഉദാഹരണം കേട്ടോ. നീ എതിരിബു ആണെങ്കിലോ സയതിരിബു, സോഫ എതിരിബു. യജിലിസു ആണെങ്കിൽ സയജിലിസു, സോഫ യജിലിസു. നസറാണെങ്കിലോ സയൻസുറു, സോഫ യൻസുറു. ഇങ്ങനെ മുലാരിയ ഫീലിൻ്റെ മുമ്പ് ഒന്നുകിൽ സീന് അല്ലെങ്കിൽ സോഫ, ഈ രണ്ടിന്ന് ഏതെങ്കിലും ഒന്ന് നീ പ്രവേശിപ്പിച്ചാൽ ഫകുൽത്ത, അപ്പം നീ പറയും സയഫ് അലു, ഇങ്ങനെ പറയും. ഔ സൗഫ എഫ് അലു, അങ്ങനെ പറയും. ഒന്നുകിൽ സയഫ് അലു അല്ലെങ്കിൽ സൗഫ എഫ് അലു. ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ഉണ്ടാവുക? അതാ പറയാൻ പോകുന്നത്. ഇഖ്തസ, ആ മുലാരിയായ ഫീല് പ്രത്യേകമാകും. ബി സമാനിൽ ഇസ്തിഖ്ബാൽ, ഇസ്തിഖ്ബാലിൻ്റെ സമാൻ കൊണ്ട്. ഇസ്തിഖ്ബാൽ പറഞ്ഞാൽ ഭാവി, ഇപ്പോഴല്ല, വർത്തമാനകാലമല്ല. ഇസ്തിഖ്ബാലിൻ്റെ സമാനം കൊണ്ട് പ്രത്യേകമാകും. അതായത് സൗഫ എന്ന് പറഞ്ഞാൽ പിന്നെ എന്നർത്ഥം, ശേഷം എന്നർത്ഥം. സാൻ്റെ അർത്ഥം ശേഷം എന്നാ. അപ്പം ശേഷം എന്ന് പറയുമ്പോൾ ഒപ്പം ഏതായാലും ഇല്ലാന്ന് ഉറപ്പല്ലേ. അപ്പോൾ പിന്നെ എന്തേക്കാരം? ഭാവി. അതാണ്. അപ്പോൾ സൗഫ സാധാരണ വരും. അതാണ് പറയാൻ കാരണം. അറബി ഭാഷയിൽ വളരെയധികം പ്രയോഗിക്കുന്ന 2 ഹർഫുകളാണ് സൗഫ. ഇത് 2 മുലാരിയ ഫീലിൻ്റെ കൂടെ ഉണ്ടോ അവിടെ നിർബന്ധമായിട്ടും ഭാവി കാലത്തെ അർത്ഥം വെക്കാൻ പാടുള്ളൂ. അതായത് വരും, ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നുള്ള അർത്ഥം വെക്കാൻ പറ്റുള്ളൂ. അപ്പം എങ്ങനെയാണ് അർത്ഥം വെക്കുക? സ എഫ് അലു പറഞ്ഞാൽ ശേഷം പ്രവർത്തിക്കും, അവൻ ശേഷം പ്രവർത്തിക്കും. ഇപ്പം അവൻ പ്രവർത്തിക്കൂല, ശേഷം പിന്നെ. ഔ സോഫ എഫ് അലു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അപ്പോൾ സോഫ എതിരിബു പറഞ്ഞാൽ ശേഷം അടിക്കും, സ എതിരിബു പറഞ്ഞാൽ ശേഷം അടിക്കും. ഇങ്ങനെ സോഫ സാന്ന് ഉപയോഗിച്ചാൽ ശേഷം എന്ന് അർത്ഥം വരും. ശേഷം എന്ന് പറഞ്ഞാൽ പിന്നീട്, ഈ അർത്ഥം. അപ്പോൾ അത് ഇസ്തിഖ്ബാലിനാണ് എന്ന് മനസ്സിലായി. ഖുർആൻ ലോകങ്ങൾ കണ്ടിട്ട് ജസയക്കൂലു സുഫഹാവു എന്നൊക്കെ. അവിടെ സ യക്കൂലുവിൻ്റെ ശേഷം സ, അപ്പോൾ അർത്ഥം വെക്കുക ശേഷം സുഫഹാവ് പറയും, ഇങ്ങനെ അർത്ഥം വെക്കൽ. പറഞ്ഞിട്ടില്ല, പറയും ഇങ്ങനെ.
അപ്പോൾ സൗഫൊക്കെ വന്നു കിടന്നാൽ ശേഷം എന്നർത്ഥം വരും. അത് ഇസ്തിഖ്ബാലിൻ്റെ സമയം കൊണ്ട് പ്രത്യേകമാവും. ഇനി വൈദാ അദ്ഖൽത അലൈഹി, ആ മുലാരിയായ ഫീലിൻ്റെ മേൽ നീ പ്രവേശിപ്പിച്ചാൽ എന്തിനെ, ലാമൽ ഇബ്തിദാഇ, ഇബ്തിദാൻ്റെ ലാമിനെ, ഇബ്തിദാൻ്റെ ലാം പറഞ്ഞാൽ ല, അതാണ് ഇബ്തിദാൻ്റെ ലാം കേട്ടോ. ഫകുൽത, അപ്പം നീ പറയും ല യഫ് അലു, പ്രവർത്തിക്കും, പ്രവർത്തിക്കുന്നു, ഇങ്ങനെ ല യഫ് അലു പ്രവർത്തിക്കുന്നു. അങ്ങനെ ലാമിനെ പ്രവേശിപ്പിച്ചാൽ ഇഖ്തസ, അത് പ്രത്യേകമാവും ബിസമിനിൽ ഹാലി, ഹാലിൻ്റെ വർത്തമാനകാലം, ഹാലിൻ്റെ സമാം കൊണ്ടിട്ട്. അപ്പോൾ ല യദ്രിബു പറഞ്ഞാൽ അടിക്കുന്നു, ല യഫ് അലു പ്രവർത്തിക്കുന്നു, ഇങ്ങനെ പ്രവർത്തിക്കുന്നല്ല, പ്രവർത്തിക്കുന്നു, സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് ഇല്ല ഉപയോഗിക്കുക, ഇബ്തിദാൻ്റെ ലാമ് എന്ന് പറയട്ടോ ആ ലാമിന്. അപ്പോൾ ഇവിടെ ഒരു വിഷയം കഴിഞ്ഞു, ഇനി വേറെ വിഷയത്തേക്ക് പോവാം. അപ്പോൾ ഇപ്പം ഇതുവരെ പറഞ്ഞ ആശയം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. എന്താ ആശയം? മുലാരിയായ ഫീല് ഭാവി കാലത്തിനും മുലാരിയായ ഫീൽ പ്രായോഗികമാണ്, അതുപോലെ തന്നെ വർത്തമാനകാലത്തിനും മുലാരിയായ ഫീൽ പ്രയോഗിക്കുന്നതാണ് അറബി ഭാഷയിൽ. അറബി ഭാഷയിൽ ഭാവി കാലത്തിനും മുലാരിയായ ഫീൽ പ്രയോഗിക്കും, വർത്തമാനകാലത്തിനും മുലാരിയായ ഫീൽ ഉപയോഗിക്കും. അപ്പോൾ പിന്നെ അത് ഏത് കാലത്തിനാന്ന് എങ്ങനെ തിരിച്ചറിയാൻ, അതിന് മറുപടി അത് സന്ദർഭോചിതമായി ഏത് വിഷയത്തിലാണോ ഉപയോഗിച്ചിരിക്കുന്നത് നോക്കുക. അതിന് ചില ഉദാഹരണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ഇനിയും കുറേ ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു. സീന് അല്ലെങ്കിൽ സൗഫ അല്ലെങ്കിൽ ഓദൻ, ഇങ്ങനത്തെ ഇസ്തിഖ്ബാലിനെ മനസ്സിലാക്കി തരുന്ന, ഇസ്തിഖ്ബാൽ പറഞ്ഞാൽ ഭാവി, ഭാവിയെ കുറിക്കുന്ന പദങ്ങൾ അതിൻ്റെ കൂടെ ഉണ്ടോ എങ്കിൽ ആ മുലാരിയായ ഫീല് ഇസ്തിഖ്ബാലിൻ്റെ അർത്ഥത്തിനാണ്. ഉദാഹരണം അദ്രിബു ഗദൻ, നാളെ ഞാൻ അടിക്കും. അപ്പോൾ അടിക്കും എന്ന് പറഞ്ഞാൽ അടി നടന്നിട്ടില്ല, അടി നടക്കണമില്ല, നാളെയുള്ളൂ നടക്കുക, ഇങ്ങനെ. അല്ലെങ്കിൽ അദ്രിബു, ഞാൻ ശേഷം അടിക്കും, അല്ലെങ്കിൽ സൗഫ അദ്രിബു, ശേഷം അടിക്കും. ഇങ്ങനെ സൗഫ അല്ലെങ്കിൽ സീന് അല്ലെങ്കിൽ ഗദൻ പോലത്തെ മുസ്തഖ്ബിലിന് മാത്രം പ്രത്യേകമായ പദങ്ങൾ മുലാരിയായ ഫീലിൻ്റെ കൂടെ ഉണ്ടോ എങ്കിൽ ആ മുലാരിയായ ഫീൽ ഇസ്തിഖ്ബാലിൻ്റെ അർത്ഥത്തിനാണ്, അഥവാ ഭാവി കാലത്തിൻ്റെ അർത്ഥത്തിനാണ്. അതാണ് ഒരു ആശയം. ഈ രണ്ടാമത്തെ ആശയം, അതേസമയം ഇനി ഈ മുലാരിയായ ഫീലിൻ്റെ കൂടെ ഹാലൻ എന്നോ അതല്ലെങ്കിൽ ല, ഇബ്തിദാൻ്റെ ലാമ് പോലത്തെ വർത്തമാനകാലത്തിന് പ്രയോഗിക്കുന്ന പദങ്ങൾ, അല്ലെങ്കിൽ അൽ ആന, ഇപ്പോൾ, ഇങ്ങനത്തെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുലാരിയായ ഫീല് വർത്തമാനകാലത്തിനാവും, ഹാലിനുമാകും. ഇതാണ് ഇപ്പം ഇന്ന് പഠിച്ചതിൻ്റെ മൊത്തം ആശയം. അത് കഴിഞ്ഞു. ഇനി വേറെ വിഷയമായിട്ട് ഇനി വേറെ ചർച്ചയ്ക്ക് പോവുകയാണ്. ഇപ്പം അർത്ഥത്തിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫൽ മബിനിയുലിൽ ഫായിലി മിൻഹു, മുലാരിയായ ഫീലിൽ നിന്ന് ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടത്. ഫൽ മബിനിയുലിൽ ഫായിലി, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടത് എവിടുന്ന്? മിൻഹു, ആ മുലാരിയായ ഫീലിൽ നിന്ന്. ഫായിലിന് വേണ്ടി എടുക്കപ്പെടുക എന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു, മഅറൂഫ്, അതിനെ ഫായിലിന് വേണ്ടി എടുക്കപ്പെടുക. അത് ഒരു ഫീലാണ്. കാന ഹർഫുൽ മുലാറഅ, മുലാറയത്തിൻ്റെ അക്ഷരമായിരിക്കുന്നു. മിൻഹു, ആ ഫീലിൽ നിന്ന്. മഫ്തൂഹ, ഫതഹക്കാരം. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. മുലാരിയായ ഫീലിൽ മുലാറയത്തിൻ്റെ അക്ഷരം, മുലാറയത്തിൻ്റെ അക്ഷരം എന്നാൽ അത്തൈന, മറക്കരുത്, അലിഫ് താവ് യാ നൂന്, അതിന് ഫത്തഹാണോ എങ്കിൽ അത് മഅറൂഫായ ഫീലേക്കാരം. ലൊമ്മാണോ മജ്ഹൂലേക്കാരം. ഇതാ മാറ്റം. ഇപ്പോൾ ഉദാഹരണമായിട്ട് യദ്രിബു അണ്ട യാ, അത് മഅറൂഫാണ്. യുദ്റബു അത് മജ്ഹൂല. അതെങ്ങനെ മനസ്സിലായി? മുലാറയത്തിൻ്റെ അക്ഷരമായി യാ ഉണ്ടല്ലോ, യാവിന് ഫത്തഹാണെങ്കിൽ മഅറൂഫേക്കാരം, ലൊമ്മാണെങ്കിലോ മജ്ഹൂലേക്കാരം. അപ്പോൾ യഫ് അലു എന്ന് പറയുമ്പോൾ മഅറൂഫ്, യുഫ് അലു പറയുമ്പോഴോ മജ്ഹൂല്. യജ്ലിസു എന്ന് പറയുമ്പോൾ മഅറൂഫ്, യുജ്ലിസു പറയുമ്പോൾ മജ്ഹൂല്. യക്തുബു പറയുമ്പോൾ മഅറൂഫ്, യുക്തബു പറയുമ്പോഴോ മജ്ഹൂല്. അപ്പോൾ ഇസ്തിഖ്ബാലിൻ്റെ അടയാളത്തിന് ഫത്തഹ ആണെങ്കിൽ അത് മഅറൂഫായിരിക്കും, ലൊമ്മാണെങ്കിലോ അത് വരാൻ പോകുന്നുണ്ടോ മജ്ഹൂലും ആയിരിക്കും. അത് പറയാൻ പോകണുള്ളൂ. എന്നാൽ ഈ നിയമം ഒരു സ്ഥലത്ത് ബാധകമല്ല കേട്ടോ, അതാ പറയാൻ പോകുന്നത്. എല്ലായിടത്തും ഫത്തഹല്ല, ഒരു സ്ഥലത്ത് മാത്രം ചെറിയ മാറ്റമുണ്ട്, ബാക്കി എല്ലായിടത്തും അങ്ങനെ തന്നെ. 14 ഒരുപാട്, സുലാസി മുജറദ് 5, മസീദ് 14, റുബായി മുജറദ് 1, റുബായി മസീദ് 14, 3, പിന്നെ കുറേ മുൽഹാക്കാത്ത്, അതുപോലെ തന്നെ കുറേ ഫീലുകൾ നമ്മൾ പഠിച്ചില്ല, പല ഫീലുകളും. ഈ ഫീലുകളുടെ ഒക്കെ നിയമം അങ്ങനെ തന്നെയാണ്. മുസ്തഖിലിൻ്റെ അടയാളത്തിന് ഫത്തഹ ആണെങ്കിൽ മഅറൂഫായ ഫീലാകുന്നു, ലൊമ്മാണെങ്കിൽ മജ്ഹൂലായ ഫീലാകുന്നു. എന്നാൽ ഒരേ ഒരു സ്ഥലത്തേക്ക് അതാ പറയാൻ പോകുന്നത്. ഇല്ലാമ
ഒരു ഫീലിലൊഴികെ കാനമാലിഹി അതിൻ്റെ മാലിയായിരിക്കുന്നു അല അർബഅത്തി അഹ്റുഫിൻ 4 അക്ഷരം. അപ്പം മാലി 4 അക്ഷരമാണോ എങ്കിൽ അതിൻ്റെ മുലാരിയിൽ ഈ പറഞ്ഞ നിയമമില്ല. അവിടെ മുലാരിയിൽ മഅറൂഫിലും ലൊമ്മന്നെ മജ്ഹൂലിലും ലൊമ്മന്നെ, അവിടെ മാറ്റില്ല കേട്ടോ. 4 അക്ഷരങ്ങൾ കൊടുത്ത് ബാക്കിയുള്ളടത്തൊക്കെ ഓക്കെ, നേരത്തെ പറഞ്ഞ നിയമം പോലെ തന്നെയാണ്. മാലി 4 അക്ഷരമാണെങ്കിൽ അവിടെ ഈ നിയമം ബാധകമല്ല. ഇല്ലാമ ഒരു ഫീലിലൊഴികെ കാനമാലിഹി അതിൻ്റെ മാലിയായിരിക്കുന്നു അല അർബഅത്തി അഹ്റുഫിൻ 4 അക്ഷരം. അപ്പം മാലി 4 അക്ഷരമാണോ എങ്കിൽ അതിൻ്റെ മുലാരിയിൽ ഈ പറഞ്ഞ നിയമമില്ല. അവിടെ മുലാരിയിൽ മഅറൂഫിലും ലൊമ്മന്നെ മജ്ഹൂലിലും ലൊമ്മന്നെ, അവിടെ മാറ്റില്ല കേട്ടോ. 4 അക്ഷരങ്ങൾ കൊടുത്ത് ബാക്കിയുള്ളടത്തൊക്കെ ഓക്കെ, നേരത്തെ പറഞ്ഞ നിയമം പോലെ തന്നെയാണ്. മാലി 4 അക്ഷരമാണെങ്കിൽ അവിടെ ഈ നിയമം ബാധകമല്ല. എന്താ കാരണം? ഫഇന്ന ഹർഫൽ മുളാറഅ നിശ്ചയമായിട്ടും മുളാറഅത്തിൻ്റെ അക്ഷരം മിൻഹു മാലി 4 അക്ഷരമുള്ള ഫീലിൽ യക്കൂനു മദ്മൂമൻ അബദ എന്നും ലൊമ്മേക്കാരം, അത് മാറ്റല്ല. യുദഹരിജു കണ്ടോ, ദഹറജ മാലി 4 അക്ഷരം, ദാഹിറജ 4 അക്ഷരല്ലേ. അപ്പം അതിൻ്റെ മുതാരി കണ്ടോ, യു യാന്നല്ല യു, യദഹരിജു അല്ല പറഞ്ഞ യുദഹരിജു ലൊമ്മ എന്നും ലൊമ്മേക്കാരം. ഓ യുക്കിരിമു അക്രമ 4 അക്ഷര, ആ കിറാമ 4 അക്ഷര, അതിൻ്റെ മുതാരി എങ്ങനെ വരിക? യുക്കിരിമു യു ലൊമ്മാണ്. കാത്തല കാത്തല 4 അക്ഷര, അതിൻ്റെ മുതാരി എങ്ങനെ വരുന്നത്? യു യുക്കാത്തിലു. യുഫരിജു ഫറജ 4 അക്ഷര, അതിൻ്റെ മുതാരി എങ്ങനെ വരുന്നത്? യുഫരിജു. അപ്പോൾ മാലി 4 അക്ഷരമുള്ള ഫീലിൻ്റെ മുളാറയത്തിന് എന്നും ലൊമ്മേക്കാരം, അവിടെ ഫത്തഹ് വരില്ല. അപ്പം അതൊഴികെ മാലിയായ ഫീൽ 4 അക്ഷരമുള്ള ആ ഫീലൊഴികെ ബാക്കി എല്ലാ ഫീലിലും മുസ്തഖ്ബിലിൻ്റെ അടയാളത്തിന് ഫതഹാണോ അത് മഅറൂഫാണ്, ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ്. ലൊമ്മാണോ അത് മജ്ഹൂലാണ്, മഫൂലിന് വേണ്ടി എടുക്കപ്പെട്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ ആശയം ഇപ്പം പറഞ്ഞു കേട്ടോ, ഇപ്പം നേരത്തെ പറഞ്ഞത് എന്താ ആശയം? ഒരാശയം നമ്മൾ പറഞ്ഞു, ഇനി വേറെ രണ്ടാമത്തെ വിഷയം. ആ പറഞ്ഞ എന്താ? മുസ്തഖ്ബിലിൻ്റെ അടയാളമായ താവ് യാവ് അലിഫ് നൂന് ഇതിന് ഫത്തഹാണോ എങ്കിൽ ആ ഫീല് മഅറൂഫാണ്, ലൊമ്മാണോ എങ്കിൽ ആ ഫീല് മജ്ഹൂലാണ്. അപ്പോൾ മഅറൂഫും മജ്ഹൂലും തമ്മിലുള്ള വ്യത്യാസമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. എന്നാൽ ഒരു സ്ഥലത്തൊഴികെ മാലി 4 അക്ഷരമുള്ള ഫീലൊഴികെ അവിടെ എന്നും ലൊമ്മ, അത് മഅറൂഫായാലും വേണ്ടില്ല മജ്ഹൂലായാലും വേണ്ടില്ല, എന്നും ലൊമ്മേക്കാരം. ഉദാഹരണം ദഹറജ യുദഹരിജു, അക്രമ യുക്രിമു കണ്ടോ, യുക്രിമു മഅറൂഫ്, യുക്രമു മജ്ഹൂൽ, രണ്ടു ഭാഗത്തും ലൊമ്മ. അപ്പം ഇനിയിപ്പോൾ അവിടെ എങ്ങനെ മനസ്സിലാവുക? അതും വേണമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെ നമ്മൾ മഅറൂഫാണോ മജ്ഹൂലാണോ എങ്ങനെ മനസ്സിലാക്കും? അത് സഞ്ചാൻ പറയുന്നു. വ അലാമത്തു ബിനായി ആദിഹിൽ അർബഅത്തി ലിൽ ഫായിലി ഈ 4 ഫീലുകളെ, ആദിഹിൽ അർബഅ എന്നാണ് 4 ഫീല് പറഞ്ഞാൽ മാദി 4 അർഫുള്ള അഫ്അല ഫഅല ഫഅല തഫഅല ഫഅലല, ഈ 4 ഫീലുകൾ, ഈ 4 ഫീലുകളെ മബ്നിയ ഈ മഅറൂഫിന് വേണ്ടി ഫായിലിന് വേണ്ടി എടുക്കപ്പെടുന്നതിൽ അടയാളം കൗനുൽ ഹർഫില്ലദി ഖബില ആഖിരിഹി മക്സൂറ അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള കസ്റാണോ എങ്കിൽ മഅറൂഫാണ്, ഫത്തഹാണോ മജ്ഹൂലാണ്. ഇതാ വ്യത്യാസം. അപ്പോൾ അവിടുത്തെ നോക്കട്ടോ, ഇവിടെ അല്ല, ലാസ്റ്റുള്ള അക്ഷരത്തിൻ്റെ മുമ്പിലേക്ക് അബദൻ എന്നും. ഉദാഹരണമായിട്ട് യുക്കിരിമു കസ്റാണ് കണ്ടോ, യു കിരി റായിന് കസ്റാണ്, അപ്പോൾ മഅറൂഫ. മജ്ഹൂലാണെങ്കിൽ എങ്ങനെയൊക്കെ യുക്ക് റമൂനൊക്കെ റായിന് ഫത്തഹക്കാരം, നമ്മൾ അങ്ങനെ ചൊല്ലി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ ചൊല്ലി പഠിച്ചു പോകുന്നു, ജൻജാനെത്തുമ്പോൾ നിയമം പഠിച്ചു പോകുന്നു. ഇപ്പം നിയമം പഠിക്കുക, എപ്പോഴാണ് നിയമം പഠിക്കുന്നത്? എന്തുകൊണ്ടാണ് മഅറൂഫ് ഫത്തഹായി, എന്തുകൊണ്ട് കസ്റായി, എന്തുകൊണ്ട് ഫത്തഹായി എന്ന നിയമം പഠിക്കുന്നത് ജൻജാനാണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മീസാൻ മുതൽ സർഫാക്കി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ കൃത്യമായി നമ്മൾ അങ്ങനെ സർഫാക്കി പഠിച്ചവന് ഇവിടെ എത്തുമ്പോൾ നിയമം പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. സർഫ് തിരിയാത്തവനാണെങ്കിൽ എന്താ ഈ പറയണത്, ആകെ പിടുത്തം കിട്ടൂല. അപ്പം മാദി 4 അക്ഷരമുള്ള ഫീല് മഅറൂഫാണോ മജ്ഹൂലാണോ എന്ന് എങ്ങനെ തിരിച്ചറിയുക? അവസാനത്തെ അക്ഷരത്തിന് മുമ്പുള്ള കസ്റാണെങ്കിൽ മഅറൂഫാണ്, ഫത്തഹാണെങ്കിലോ മജ്ഹൂല്. ഉദാഹരണം യുദഹരിജു കണ്ടോ കസ്റ, യുദഹറജു ഫത്തഹ അപ്പോൾ മജ്ഹൂല്. യുക്കിരിമു കസ്റ, യുക്റമു ഫത്തഹ അപ്പോൾ മജ്ഹൂല്. അപ്പോൾ കസ്റാണെങ്കിൽ മഅറൂഫ്, ഫത്തഹാണെങ്കിൽ മജ്ഹൂല്. ഉദാഹരണം യുഫരിജു യുഫറജു, യുക്കാത്തിലു യുക്കാത്തലു, യുദഹരിജു യുദഹറജു, യുക്കിരിമു യുക്റമു, ഇങ്ങനെ പോകുന്നു. അപ്പം ഇനി വീണ്ടും ആദ്യത്തെ പറഞ്ഞിടത്ത് തന്നെ പോകാം കേട്ടോ. അപ്പം ഒരു വിഷയം, ഒരു ആശയം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു.
എന്താണ് ആശയം? മറക്കണ്ട. ആശയം പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. നിങ്ങളും പറഞ്ഞ് ആശയം പറയണം, എങ്കിലേ നിങ്ങൾക്കും അത് ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാനിങ്ങനെ പറയും, ഞാനൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെ ചൊല്ലി പഠിച്ചിട്ടുണ്ട്, ആശയം പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നും മനസ്സിൽ ഓർമ്മ നിൽക്കുന്നു ആശയങ്ങൾ. എന്താ ഈ പറഞ്ഞ ആശയം? അതായത് മുളാരിയായ ഫീല്, മുസ്തഖ്ബിലായ ഫീലുണ്ടല്ലോ, അത് ഫായിലിന് വേണ്ടി എടുക്കപ്പെട്ടതാണെങ്കിൽ അഥവാ മഅറൂഫ് ആണെങ്കിൽ അതിൻ്റെ മുസ്തഖ്ബിലിൻ്റെ അടയാളത്തിന് ഫതഹേക്കാരം യ. മജ്ഹൂലാണെങ്കിലോ ലൊമ്മേക്കാരം യു. ഇങ്ങനെ. എന്നാൽ മാതി നാലക്ഷരമുള്ള ഫീലൊഴികെ അവിടെ എന്നും ലൊമ്മ തന്നെയാണ്. പിന്നെ അവിടെ മനസ്സിലാകാനുള്ള അടയാളം എന്താ? അവസാനത്തെ അക്ഷരത്തിന് മുമ്പ് കെസ്റാണോ എങ്കിൽ മഅറൂഫ്, ഫതഹാണോ എങ്കിൽ മജ്ഹൂൽ. ഇതാണ് ഇപ്പം ഈ പറഞ്ഞ ആശയം കേട്ടോ. മിസാലുഹു, ഈ മുസ്തഖ്ബിലായ ഫീലിൻ്റെ ഉദാഹരണം മിൻ യഫ്ഉലു. യഫ്ഉലു എന്ന് പറയാണ് ഒരു ഉദാഹരണം മതിയല്ല, പിന്നെയൊക്കെ നമ്മൾ അതുപോലെ നമ്മൾ ഇങ്ങനെ കിയാസാക്കിയാൽ മതി. യൻസുറു, യൻസുറാനി, യൻസുറൂന. കണ്ടോ, യാ ഫത്തഹാണ്. തൻസുറു, തൻസുറാനി, യൻസുർന. തൻസുറു, തൻസുറാനി, തൻസുറൂന. തൻസുരീന, തൻസുറാനി, തൻസുർന. അൻസുറു, നൻസുറു. വക്കിസ് അലാഹാദ. ഇതുപോലെയാണ് സർഫാക്കിക്കോ. ഏതിന്? യദിരിബൂന, യദിരിബു, യദിരിബാനി, യദിരിബൂന. തെതിരിബു, തെതിരിബാനി, യദിരിബിന. തെതിരിബു, തെതിരിബാനി, തെതിരിബൂന, തെതിരിബീന, തെതിരിബാനി, തെതിരിബിന. അതിരിബൂ, നെതിരിബൂ. ഇങ്ങനെ. യേലമു, യേലമൂനും സർഫാക്കിക്കോ. ഇനി ഞാൻ സർഫാക്കണില്ല, നിങ്ങൾ സർഫാക്കുക. യുദഹരിജു, യുദഹരിജുനും സർഫാക്കിക്കോ. യുക്രിമു, യുക്രിമൂനും സർഫാക്കിക്കോ. യുക്കാത്തിലു, യുക്കാത്തിലുനും സർഫാക്കിക്കോ. യുഫരിജു, യുഫരിജുനും. യതകസ്സറു, യതകസ്സറു ഇങ്ങനെ ചൊല്ലിക്കോ. യതബാഅദു, യതബാഅദും ചൊല്ലിക്കോ. യങ്കത്യു, യങ്കത്യും ചൊല്ലിക്കോ. യജ്തമിയു, യജ്തമിയും ചൊല്ലിക്കോ. യഹ്മറു, യഹ്മറുനും സർഫാക്കിക്കള. യഹ്മാറു, യഹ്മാറൂനും. യസ്തഖ്രിജു, യസ്തഖ്രിജുനും. യശൗഷിബു, യശൗഷിബൂനും ചൊല്ലിക്കോ. യശൗഷിബു, യശൗഷിബാനി, യശൗഷിബൂന. അങ്ങനെ ചൊല്ലിക്കോ. യജ്ലവിദു, യജ്ലവിദുനും. യക്ക് അൻസിസു, യക്ക് അൻസിസുനും. യസ്ലങ്ക, യസ്ലങ്കനും. യസ്ലങ്ക, യസ്ലങ്കയ. അങ്ങനെ അങ്ങനെ പോട്ടോ. യത്തദഹറജു, യത്തദഹറജുനും സർഫായിക്കോ. യഹറഞ്ചിമു, ഇഹറഞ്ചമ, യഹറഞ്ചിമു ആണ്, അതിനും ചൊല്ലിക്കോ. യക്ഷൈറു, യക്ഷൈറുനും സർഫാക്കിക്കോ. കുറച്ച് ഫീലൊക്കെ ദഞ്ചാണ് പറഞ്ഞു എന്നുള്ളൂ. പക്ഷെ ദഞ്ചാൻ പറഞ്ഞ മാതിരി നമ്മളങ്ങനെ പോയാൽ പോരട്ടോ. നമ്മളോട് സർഫാക്ക് തന്നെ വേണം, പഠിതാക്കളോടാണ് സർഫാക്ക് തന്നെ വേണം. ഓക്കെ, ഇത് കുറച്ച് ഫീൽ ഇവിടെ പറഞ്ഞു. അത് ഇതുപോലെ മറ്റു ഫീലുകളെയും നീ സർഫാക്കിക്കോ. അത് കഴിഞ്ഞു. ഇനി മജ്ഹൂലിന് വേണ്ടി എടുക്കപ്പെടണം എന്ന് പറയണം. പക്ഷെ അതൊന്നും എടുക്കണില്ല. ഇൻഷാ അള്ളാഹ് നാളെ ഉണ്ടാവില്ല, വെള്ളിയാഴ്ച. അള്ളാഹു സുബ്ഹാനഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.